വരുന്നുണ്ട്. എന്നാന്നറിയാമല്ല. അങ്ങനെ എന്നുള്ളത് രാവിലെ തന്നെ. ചേച്ചി എന്ത് ചെയ്യാ? ചേച്ചി ഇവിടെ ഉണ്ടാവും. എന്നാ വേണ്ടേ ചേച്ചിയെ കൊണ്ട്? ഒരു കാര്യം വേണം. ചേച്ചി അവളെന്തോ ജോലിയില്ല. എന്നാലും ഒരു അർജന്റ് കാര്യം. എന്ത് കാര്യമുള്ള എന്നോട് പറഞ്ഞാൽ ഞാനുണ്ടല്ലോ ഇവിടെ. ചേച്ചി ഞാനും കണക്കല്ലേ പിന്നെ. ഓ അങ്ങനെയാ. ഓ ചേച്ചിയോട് ഒരു കാര്യം പറയാൻ സമ്മതിക്കും. ചേച്ചിയുടെ കാര്യം പറഞ്ഞതിനും ഒരു വിരോധമില്ല. ഇപ്പം നീ വന്നാൽ ചേച്ചിയുടെ സാധിക്കേണ്ട കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. ആരാണെന്നും കുഴപ്പമില്ല. നിർത്തിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞല്ലേ പറ്റൂ. ആ നിർത്തിയില്ലെങ്കിൽ നീതിവാൻ ആ പിന്നെ ഒരു 2 ഗ്ലാസ് അരി വേണമായിരുന്നു. അരിയോ? അപ്പോൾ നിനക്ക് അരിയൊന്നും ഇല്ലായിരുന്നോ? അരി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ വന്ന് ചോദിക്കുമോ? എന്താ ചോദിക്കുന്നേ? ആ എൻ്റെ പൊന്നി ഏട്ടാ, ഞങ്ങൾ വീട്ടിൽ 3 അംഗങ്ങൾക്കേ ആകെ തന്നത് 2 കിലോ അരി. അത് തന്നെ കൂടുതലല്ലേ? ഓരോ അരി പറക്കി വെള്ളം അടുപ്പേ വെക്കുക. എന്നിട്ട് ഓരോ ദിവസവും ഓരോ അരി പറക്കി ഇടുക. 2 മാസത്തിൽ കാണുള്ള 3 ആൾക്കുള്ള 3 അരി വീതം ഇടുക. 2 കഞ്ഞി വെള്ളം കോരി കുടിച്ചാൽ മതി. അതാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ 2 കിലോ അരി. അത് സത്യമാണ് പറഞ്ഞത്. നീ പറഞ്ഞ ഒരു കാര്യം അത് സത്യമാണ്. കാരണം ഈ 2 കിലോ അരിയും കൊണ്ട് ഒരു വീട്ടിൽ എന്ത് ചെയ്യും അറിയില്ല. 1 കിലോ ഒരാൾക്ക് 2 കിലോ വെച്ച് 6 കിലോ തന്നോണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങള് പഴയ സമ്പ്രദായമായിരുന്നു നല്ലത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആകെ കിട്ടുന്ന 2 കിലോ. ഇപ്പോൾ ഉള്ളവർക്കുണ്ട്, ഇല്ലാത്തവർക്കില്ല. എന്നാണല്ലോ ഇന്ന് വീട്ടിൽ കഞ്ഞിക്ക് അരിയില്ല. ഇപ്പം എന്നാ ചെയ്യണ്ടേ? ഞങ്ങളെന്നാ ചെയ്യണ്ടെന്ന് പറയും. 2 ഗ്ലാസ് അരി വായ്പാരെ ഞാൻ തിരിച്ചു തന്നോളാം. ചേച്ചി മിറ്റത്ത് തന്നാൽ അവളെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് അടുപ്പിടാനുള്ള അത് ഞാൻ എടുത്തു തരാം. ഒന്ന് വലിയ ഉപകാരം കേട്ടോ. എന്നാ അയ്യോ വരുന്നുണ്ട് അരിയൊക്കെ. ചേട്ടാ ഇന്നാ ഞാൻ കൊണ്ടേ അരി തരാൻ വന്ന കേട്ടോ. ഓ നീ ഇപ്പോഴെങ്കിലും വാക്ക് വരച്ചു. 2-3 ദിവസം ആയില്ലേ, ഒരു തരാഞ്ഞിട്ടൊരു വിഷമമായിരുന്നേ. എന്നാ ഇതന്നെ പച്ചരിയാണല്ലോ ഇത്. ചേട്ടാ ഇത് പച്ചരി എന്ന് പറഞ്ഞാൽ പച്ചരി നല്ലതല്ലേ പലഹാരം? പിന്നെ പലഹാരം ഉണ്ടാക്കാനല്ല കൊണ്ടേ. ഞാൻ നല്ല സൂപ്പർ ഡയമണ്ട് ജ്യോതിയുടെ അരിയാ തന്നോട്ടെ. ആ അരി വേണം എനിക്ക്. അത് ആ അരി ഞങ്ങൾ 1 കിലോ മേടിച്ചായിരുന്നേ. നിങ്ങൾക്ക് തരാനായിട്ടാ മേടിച്ചത്. ആ മതി. പക്ഷെ എന്നാന്നോ അത് മേടിച്ച് കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിൽ വന്നിട്ടും 2-3 ദിവസം അതങ്ങ് കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഓർത്ത നിങ്ങൾക്ക് തരാനായിരുന്നല്ലോ ഈ അരി മേടിച്ചതെന്ന്. അത് മറന്നുപോയി. പിന്നെ എന്ത് ചെയ്യാനാ? പിന്നെ ഒന്നും വിചാരിച്ചില്ല. വീട്ടിൽ ഇരുന്ന അരി എടുത്തോണ്ട് വേഗം ഇനി പോരുക. ഇതായാലും വേണ്ട. ഒരു കാര്യം ചെയ്യേ, നീ നല്ല അരി നീ തരില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എടുത്തൊന്നും ഇട്ടെ. അല്ല അത് മനസ്സിലായി. നീ എന്തെല്ലാം കാര്യം മേടിച്ചാൽ എന്തെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഇപ്പം ഇതും തരില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നാൽ നീ കൊണ്ടുപോയി പായസം വെക്കുക എന്നാ വേണം ചെയ്തോ. എനിക്ക് വേണ്ട. മറന്നുപോയി. എല്ലാം മറക്കലാണല്ലോ ജോലി.